എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. കണ്ടില്ലേ, നമ്മുടെ ചെടികളെല്ലാം നല്ലപോലെ പൂക്കളായി നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് കാണുവാനായിട്ട്. ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ താമര ആമ്പലും ഒക്കെ പോട്ട് ചെയ്തേക്കുന്നിടത്താണ്. ഇതൊക്കെ ഇപ്പൊ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്, എല്ലാരും ഒരുപോലെ പൂക്കളായിട്ട് നിൽക്കുന്നത്. കറക്റ്റ് നമുക്ക് ഓണം ആയപ്പോഴത്തേക്ക് നിറയെ പൂക്കളായിട്ട് നമ്മുടെ ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുന്നു. ഇത് നടന്ന രീതികളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. മഴ ആയതുകൊണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് താമസിച്ച് ഇപ്പോൾ എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെണ്ടുമല്ലി നമ്മൾ നട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ലഭിക്കുക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരുപാട് പ്രയോജനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ? ഇതുപോലെ പൂക്കൾ ഉള്ളിടത്ത് ഈ അതിഥികൾ ഓടിയെത്തും. ആരാന്ന് നോക്കിയാലോ? നമുക്ക് പൂക്കൾ ഇഷ്ടമുള്ളതുപോലെ തന്നെ ഇവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇവരുടെ ഭക്ഷണം ലഭിക്കുന്നത് അതിൽ നിന്നാണല്ലോ. അതിൽ കൂടെ നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള തേനുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഇതുപോലെ പൂക്കളുള്ള സ്ഥലത്ത് തേനീച്ചകൾ ധാരാളമായി എത്തുകയും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നിടത്ത് വരികയും അതിൽ നല്ലപോലെ പരാഗണം നടക്കുകയും നല്ലപോലെ ഇതിനകത്തുനിന്ന് വിളവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. കണ്ടില്ലേ, പയറും പാവലും എല്ലാം നല്ലപോലെ കായ്ച്ചു കിടക്കുന്നത്. എന്ത് രസമാണിത് കാണാൻ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കണേ. ഈ ചെണ്ടുമല്ലി നമ്മൾ നട്ട് വളർത്തുമ്പോൾ കീടങ്ങളുടെ ആക്രമണവും കുറഞ്ഞിരിക്കും. ഇതുപോലെ പൂക്കൾ ധാരാളമായിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് തേനീച്ചകളുടെ കോളനികൾ സ്ഥാപിക്കാനും സാധിക്കും. കണ്ടില്ലേ, ഇത് ഞാനിവിടെ ഗ്രോ ബാഗിൽ നട്ടേക്കുന്നതാണ്. നല്ലപോലെ പൂക്കളായി നിൽക്കുന്നത്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് 2-3 ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് ഈ ചെണ്ടുമല്ലി വളർത്തിയെടുക്കാൻ സാധിക്കും. ഇത് നമ്മുടെ പൂന്തോട്ടത്തിന് അലങ്കാരമായും നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ കീടങ്ങളുടെ ആക്രമണം വരാതിരിക്കുവാനും തേനീച്ചകൾ വന്ന് പരാഗണം നടത്തുവാനും എല്ലാം സഹായിക്കും. കണ്ടില്ലേ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.